പിന്നെ സീറ്റ് കൊടുത്തതെന്നും പണത്തിന് പകരം വൃക്ക മതി എന്നൊക്കെ പറഞ്ഞ് അച്ഛന് വൃക്ക കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ വരുന്ന അവരാണ് ഇപ്പോൾ എക്സിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, കുടുംബ പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ വേറെയുണ്ട് മക്കൾ, പിന്നെ ഹേമ, മീന, ധന, ലത, രാഗിണി എന്നൊക്കെ പറഞ്ഞ് 7 പെൺകുട്ടികളും പെൺമക്കളും 2 ആൺമക്കളുമാണ് അവർക്കുള്ളത്. ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബ രാഷ്ട്രീയത്തെ സ്റ്റാലിൻ്റെ നാടൊഴിച്ച് തമിഴ്നാടിൽ അത് അംഗീകരിച്ച് വരുന്നുണ്ട്. ഇപ്പം ഉദയനിധി സ്റ്റാലിനെയും മന്ത്രിയൊക്കെ ആക്കി അവർ അംഗീകരിച്ചെടുപ്പിക്കുന്നുണ്ട്. കരുണാനിധിയുടെ മകൻ, പിന്നെ മകൻ്റെ മകൻ, ഇങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് കയറി വരുന്നുണ്ട്. ബാക്കി ഒരു സ്ഥലത്തും എന്ത് സംഭവിക്കുന്നില്ല, ഈ മക്കൾ രാഷ്ട്രീയം കയറി അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയം കയറി കളിച്ച് പിടിക്കുന്നില്ല. അത് നമ്മൾ കാണുന്നതാണ്. കെ മുരളീധരൻ, നമ്മളിവിടെ പത്മജ വേണുഗോപാൽ, നമ്മൾ കേരളത്തിലെടുത്ത് നോക്കൂ. അതുപോലെ അഖിലേന്ത്യാ തലത്തിലെടുത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെ എടുത്ത് നോക്കൂ. രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസിൻ്റെ ഈ പിന്മുറക്കാരനാണ്, കുടുംബാധിപത്യത്തിൻ്റെ ആളാണെന്നുള്ള ഒരു വിവാദവും ശശി തരൂരിനെ പോലുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇപ്പം സംഭവിച്ചിരിക്കുന്ന ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. കാരണം അത്ര വലിയ രീതിയിലാണ് പുള്ളി അവിടെ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള പരിപാടികളൊക്കെ നടത്തി അയാൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ മുമ്പോട്ട് പോക്കൽ ഇവർ തകർന്നടിഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഇപ്രാവശ്യം കൂടെ അധികാരമില്ലാതെ ആ കുടുംബത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ വിഷയമാണ്. അപ്പം പിന്നെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അപ്പം ഇവർ തമ്മിലടി കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.